നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഇവളും ആ വൈശാഖൻ തമ്മിൽ ഇപ്പോഴും ബന്ധമുണ്ട്, അതിൽ യാതൊരു സംശയമില്ല. വെറുതെ എന്റെ ആങ്ങളെ പറയടി, ആ വൈശാഖിനെ നീ റിസോർട്ടിലേക്ക് വിളിച്ചു വരുത്തിയിരുന്നോ? അവന് നീയും കൂടിയല്ലേ മീനാക്ഷിയെ കൊല്ലാൻ പ്ലാൻ ഇട്ടത്? പറയടി, അല്ലെങ്കിൽ നിന്നെ ഞാൻ ഇവിടെ ഇട്ട് കൊല്ലും. വേഗം തുറക്ക. പെട്ടെന്ന് തുറക്കാൻ. അയ്യോ മീനാക്ഷി, 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 എന്താ പറ്റിയേ? മീനാക്ഷി, 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 കാർത്തേട്ടാ, കാർത്തേട്ടാ, മീനാക്ഷി, മീനാക്ഷി, കാർത്തേട്ടാ. സർ, എത്രയും വേഗം മിസ്സസിനെ ഹോസ്പിറ്റലിൽ എത്തിക്കണം. തൊട്ടടുത്ത് ഹോസ്പിറ്റലുണ്ട്. മീനാക്ഷി, മീനാക്ഷി, ഒന്നുമില്ല മീനാക്ഷി. ഇൻസ്പെക്ടർ, എത്രയും പെട്ടെന്ന് ഇത് ചെയ്തവന്മാരെ കണ്ടെത്തണം. യെസ് സർ. മീനാക്ഷി, വാ, പതുക്കെ. മറ്റു യാതൊരുവിധ കുഴപ്പങ്ങളുമില്ല. പേടിച്ചു പോയില്ലേ? അതിൻ്റെതായ ചില ടെൻഷൻസ് ഒക്കെ ഉണ്ട്. ഞാനൊരു മെഡിസിൻ കൊടുക്കാം. ഒന്ന് ഉറങ്ങി ഉണരുമ്പോ ഇത് മാറിക്കോളും. താങ്ക് യു ഡോക്ടർ. ശരി. മീനാക്ഷി, എനിക്കിപ്പോ ഒന്നുമില്ല. മോളെ, മീനാക്ഷി, എന്താ പറ്റിയേ? മോളെ, എന്റെ പൊന്നു മോളെ. അമ്മ എന്തിനാ കരയുന്നേ? എനിക്കിപ്പോ ഒന്നുമില്ല. നിങ്ങളുടെയൊക്കെ പ്രാർത്ഥന ദൈവം കേട്ടു. ദൈവം എന്നെ രക്ഷപ്പെടുത്തി. എന്നാലും മോളെ, ഇത്ര ആൾക്കാരുടെ ഇടയിൽ നിന്നെ മാത്രം. ആരാ ഇത് ചെയ്തെന്ന് മോൾക്ക് വല്ല സംശയമുണ്ടോ? മുഖംമൂടി ധരിച്ചിരുന്നു. വേഷമൊക്കെ ഒരു പ്രത്യേക തരത്തിലായിരുന്നു. അങ്ങോട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല. രക്ഷപ്പെട്ടു. അവനെ മനസ്സിലാക്കിയിരുന്നെങ്കിൽ ഇപ്പൊ കളി മാറിയനെ. എന്തായാലും ഇതിന്റെ പിന്നിൽ ആരൊക്കെയോ ഉണ്ട്. മോളൊന്ന് ഉറങ്ങി എഴുന്നേൽക്കുമ്പോഴേക്കും എല്ലാം ശരിയാവും. എന്നിട്ട് താമസിയാതെ നമുക്ക് വീട്ടിലേക്ക് പോവാം. വൈശാഖ് ഇവളെ ശരിക്ക് ചതച്ചിട്ടുണ്ട്. എന്റെ ദൈവമേ, എന്റെ കുഞ്ഞിനെ കൊല്ലാറാക്കിയല്ലോ.
കാർത്തിമോൻ ഉണ്ടായിരുന്നോണ്ട് കൂടുതൽ ആപത്തൊന്നും പറ്റിയില്ല. ഈ സംഭവിച്ചത് ആപത്തല്ലേ? ദേ നിൽക്കുന്നു, ഇവളായിരിക്കും എല്ലാത്തിന്റെ സൂത്രധാരക. ഇവളെ കൊണ്ടുപോയപ്പോഴേ ഞാൻ അപകടം മനസ്സിൽ മണത്തതാ. ഇവള് തന്നെയാ ഇതിന്റെയൊക്കെ അണിയറ ശില്പി. അയ്യോ, നിങ്ങൾ എന്നെ തെറ്റിദ്ധരിക്കല്ലേ. നിന്നെ കുറിച്ച് ഞങ്ങൾക്ക് നല്ല ധാരണയുണ്ട്. അത് കുറച്ചു നാളായി തുടങ്ങിയിട്ട്. നീ ആരാണെന്നും നിന്റെ ഉള്ളിൽ എന്താണെന്നും നീ നിരന്തരം ഞങ്ങളെ പഠിപ്പിച്ചോണ്ടിരിക്കുക. അയ്യോ, ഇവരെല്ലാരും കൂടി നിർബന്ധിച്ചതുകൊണ്ടാ ഞാൻ അങ്ങോട്ട് പോയത്. ഞാനൊരു അന്യെ പോലെ അവിടെ നടക്കുകയായിരുന്നു. എനിക്ക് ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. നിനക്ക് ബന്ധമുള്ളവരെ കുറിച്ചൊക്കെ ഞങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം. അതിനെക്കുറിച്ചുള്ള തെളിവുകളൊക്കെ ഞങ്ങൾ ശേഖരിച്ചുകൊണ്ടിരിക്കുക. ഇവളുടെ ആങ്ങളയുമായിട്ട് നിനക്ക് ഇപ്പോഴും ബന്ധമില്ലേടി? പറയടി. അയ്യോ, എന്തൊക്കെയാ അമ്മായി പറയുന്നത്? അമ്മായിയോ? ആരുടെ അമ്മായി? ഞാൻ നിന്റെ അമ്മായിയൊന്നുമല്ല. ഇനി മേലെ എന്നെ അങ്ങനെ വിളിക്കരുത്. ശ്ശോ, ഇവിടെ എന്തുണ്ടായാലും നിങ്ങൾ എല്ലാരും എന്റെ നേരെ വരുന്നത് എന്തിനാ? നീ മിണ്ടരുത്. ദേ, ഇവള് തന്നെ ഇതിന്റെയൊക്കെ പിന്നില്. അക്കാര്യത്തിൽ എനിക്കും സംശയം തന്നെയാ. മീനാക്ഷിയോടാ ഇവൾക്ക് ഏറ്റവും കൂടുതൽ വൈരാഗ്യം. ആ പക അവിടെ വെച്ച് അവള് തീർത്തതായിരിക്കും. മീനാക്ഷിയെ തട്ടിക്കൊണ്ടുപോകാൻ നീ ആർക്കടി കൊട്ടേഷൻ കൊടുത്തത്? പറയടി സത്യം. ഇവളിതിനകത്ത് വന്ന് കയറിയപ്പോൾ മുതൽ എനിക്കിവിടെ സംശയമുണ്ട്. ഇവൾ ഒറ്റയ്ക്കൊന്നും അല്ല ഇത് ചെയ്തത്. ഇവളുടെ പിന്നില് ആരൊക്കെയോ ഉണ്ട്. അയ്യോ, എന്നെ നിങ്ങൾ എല്ലാവരും സംശയിക്കല്ലേ. ഞാൻ നിരപരാധിയാ. മിണ്ടരുത് നീ. എന്ത് നീ കാണിച്ചാലും പലപ്പോഴും നിന്നെ ഞങ്ങൾ വെറുതെ വിടുന്നതും ക്ഷമിക്കുന്നതും നീ പ്രസവിച്ച ചെമ്പകമംഗലത്തെ ഈ കുഞ്ഞിനെ കരുതിയ ഞങ്ങളുടെ സംസ്കാരം അത് എന്ന് വെച്ച് ഞങ്ങളുടെ ഈ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ ശ്രമിച്ചാൽ ഈ ചെമ്പകമംഗലത്ത് പട്ടടയൊരുക്കി പച്ചയ്ക്ക് കത്തിക്കും ഈ ജനാർദ്ദന കേബിൾ. ഇവളും ആ വൈശാഖം തമ്മിൽ ഇപ്പോഴും ബന്ധമുണ്ട്. അതിൽ യാതൊരു സംശയമില്ല. വെറുതെ എന്റെ ആങ്ങളെ പറയടി, ആ വൈശാഖിനെ നീ റിസോർട്ടിലേക്ക് വിളിച്ചു വരുത്തിയിരുന്നോ? അവന് നീയും കൂടിയല്ലേ മീനാക്ഷിയെ കൊല്ലാൻ പ്ലാൻ ഇട്ടത്? പറയടി, അല്ലെങ്കിൽ നിന്നെ ഞാൻ ഇവിടെ ഇട്ട് കൊല്ലും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.